VS അച്യുതാനന്ദൻ എന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ VS എന്ന ആദ്യാക്ഷരങ്ങൾ കൊണ്ടാണ് അറിയപ്പെടുന്നത്. 101 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. 2006 മുതൽ 2011 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം. 82 വയസ്സുള്ളപ്പോൾ ഈ പദവി ഏറ്റെടുത്ത ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു VS. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുമായി അദ്ദേഹം അഫിലിയേറ്റഡ് ചെയ്തിട്ടുണ്ട്. 2016 മുതൽ 2021 വരെ സംസ്ഥാന ക്യാബിനറ്റ് റാങ്കോടെ കേരളത്തിലെ ഭരണ പരിഷ്കാരങ്ങളുടെ ചെയർമാനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 15 വർഷം പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ചിരുന്നു. 1923 ഒക്ടോബർ 20 തിരുവിതാംകൂറിലെ ആലപ്പുഴയിലെ പുന്നപ്രയിൽ ശങ്കരന്റെയും അക്കാമയുടെയും മകനായി ജനിച്ച അദ്ദേഹത്തിന് 4 വയസ്സുള്ളപ്പോൾ അമ്മയെ നഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് 11-ാം വയസ്സിൽ പിതാവിനെയും നഷ്ടപ്പെട്ടു. ഇത് 7-ാം ക്ലാസ് പൂർത്തിയാക്കിയ ശേഷം പഠനം ഉപേക്ഷിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കി. ഗ്രാമത്തിലെ ഒരു തയ്യൽ കടയിൽ തൻ്റെ മൂത്ത സഹോദരനെ സഹായിച്ചുകൊണ്ട് അദ്ദേഹം ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഒരു കയർ ഫാക്ടറിയിൽ കയറുകൾ നിർമ്മിക്കുന്നതിനായി കയർ മെഷ് ചെയ്യുന്ന ജോലി അദ്ദേഹം ഏറ്റെടുത്തു. 1967 EMS സർക്കാർ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് 1970-കളിൽ ആലപ്പുഴയിൽ നടന്ന പ്രഖ്യാപനത്തോടെ കേരളത്തിലെ ഭൂസമരങ്ങളിൽ അച്യുതാനന്ദൻ മുൻപന്തിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നല്ല പൊതുജന പ്രതികരണം ലഭിച്ചു. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച അദ്ദേഹം 1938 സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നു. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ അംഗമായി. രാഷ്ട്രീയക്കാരനായി 40 വർഷത്തെ സേവനത്തിനിടയിൽ 5 വർഷവും 6 മാസവും ജയിലിൽ അടയ്ക്കപ്പെടുകയും 4.5 വർഷം ഒളിവിൽ കഴിയുകയും ചെയ്തിട്ടുണ്ട്. 1957 CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു അദ്ദേഹം. 1964 CPI ദേശീയ കൗൺസിലിൽ നിന്ന് പുറത്തുപോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിച്ച 32 അംഗങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയാണ് അദ്ദേഹം. 1980-നും 1992-നും ഇടയിൽ അദ്ദേഹം കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. 1985 മുതൽ പാർട്ടി അച്ചടക്ക നടപടിയായി പുറത്താക്കപ്പെടുന്നതുവരെ അദ്ദേഹം CPIM പോളിറ്റ് ബ്യൂറോയിൽ അംഗമായിരുന്നു. ഇന്ത്യയിലെ CPIMന്റെ ഏറ്റവും മുതിർന്ന നേതാവാണ് അദ്ദേഹം. 2006 അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ വല്ലാർപാടത്ത് ഒരു അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ വികസിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചു. ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണെങ്കിലും പദ്ധതിക്കായി റോഡ്, റെയിൽവേ ലൈനുകൾ, ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിന് അച്യുതാനന്ദൻ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 2011 ഫെബ്രുവരി 11 ഉദ്ഘാടനം ചെയ്യപ്പെട്ട കൊച്ചിയിലെ അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലും ഒരു പ്രത്യേക സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ കണ്ടെയ്നർ ടെർമിനലുമാണിത്. അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് കൊല്ലത്ത് ടെക്നോ പാർക്ക് ആരംഭിക്കുകയും ആസൂത്രണം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തത്. കേരളത്തിലെ ആദ്യത്തെ ജില്ലാ IT പാർക്ക് കൊല്ലത്ത് സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി 2009 ജനുവരിയിലാണ് പ്രഖ്യാപിച്ചത്. 2009 ഫെബ്രുവരിയിൽ അച്യുതാനന്ദൻ ശിലാസ്ഥാപനം നടത്തി 20,000 തൊഴിലവസരങ്ങളും 800 കോടി നിക്ഷേപവും പ്രതീക്ഷിച്ചാണ് പാർക്ക് സ്ഥാപിച്ചത്. പാർക്കിന്റെ ആദ്യഘട്ടം 2011 ഫെബ്രുവരി 15 അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. 2009 അച്യുതാനന്ദൻ മന്ത്രിസഭ ആലപ്പുഴയിൽ ചേർത്തല ഇൻഫോ പാർക്കിന്റെ പ്രവർത്തനം ആരംഭിച്ചു. 2011 ജനുവരി 10 അച്യുതാനന്ദനാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്തിന്റെ IT മേഖല അത്ഭുതപൂർവമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതോടെ കൊച്ചിയിലെ ഇൻഫോ പാർക്ക് നഗരത്തിലെ ഉപഗ്രഹ പട്ടണങ്ങളിലേക്കും വ്യാപിക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നു. കൊച്ചിയിലെ ഇൻഫോ പാർക്കിന്റെ ഉപഗ്രഹ യൂണിറ്റുകളായ ചേർത്തല ഇൻഫോ പാർക്ക്, ആലപ്പുഴ ഇൻഫോ പാർക്ക്, തൃശൂർ ഇൻഫോ പാർക്ക് എന്നിവിടങ്ങളിലെ IT പാർക്കുകളിലെ അടിസ്ഥാന സൗകര്യം വികസനം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാക്കനാട് ഇൻഫോ പാർക്കിന്റെ 2ാം ഘട്ടത്തിന് അച്യുതാനന്ദൻ തറക്കല്ലിട്ടു. 160 ഏക്കറിലാണ് പദ്ധതി വികസിപ്പിച്ചിരുന്നത്. 2008 അച്യുതാനന്ദൻ സർക്കാർ
കണ്ണൂരിലെ മട്ടന്നൂരിൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം നിർദ്ദേശിച്ചു. 2 വർഷത്തിനു ശേഷം 2010 ഡിസംബർ 17-ന് അന്നത്തെ സിവിൽ വ്യോമയാന മന്ത്രി പ്രഫുൽ പട്ടേൽ പങ്കെടുത്ത ചടങ്ങിൽ അച്യുതാനന്ദൻ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പദ്ധതി സ്ഥലത്ത് തറക്കല്ലിട്ടു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഔപചാരികമായി തുടക്കം കുറിച്ചു. 2008 ജനുവരി 2-ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ അച്യുതാനന്ദൻ സർക്കാർ കൊച്ചി മെട്രോ റെയിൽ പദ്ധതിക്ക് അംഗീകാരം നൽകുകയും കേന്ദ്ര സർക്കാരിന് അംഗീകാരത്തിനായി അയക്കുകയും ചെയ്തു. മൂന്നാറിലെ ഹിൽ റിസോർട്ടിലും തേയിലത്തോട്ട പട്ടണത്തിലുമുള്ള സർക്കാർ ഭൂമിയിലെ കയ്യേറ്റത്തിനെതിരായ നടപടിയും ആരംഭിച്ചു. 2007 ഡിസംബർ 30-ന് ശബരിമലയിലേക്ക് കാൽനടയായി പോകുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി അദ്ദേഹം മാറി. 84 വയസ്സുള്ള അച്യുതാനന്ദൻ തന്റെ ഡോക്ടർമാരെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ശാരീരികമോ വൈദ്യപരമോ ആയ സഹായങ്ങൾ നിരസിച്ചു. VS അച്യുതാനന്ദൻ സംസ്ഥാനത്തെ സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നു. റിച്ചാർഡ് സ്റ്റാൾമാനും ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പിന്തുണച്ചിട്ടുമുണ്ട്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ പ്രധാന വികസനങ്ങൾ. ടെക്നോ പാർക്കിന്റെയും ടെക്നോ സിറ്റിയുടെയും 2ാം 3ാം ഘട്ടങ്ങൾ ഉൾപ്പെടെ കോഴിക്കോട് സൈബർ പാർക്കിലെ IT പാർക്ക് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് IT കയറ്റുമതിയിലെ പ്രധാന വളർച്ച ദേശീയ ശരാശരി മറികടന്നിട്ടുണ്ട്. മലമ്പുഴ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പ്രധാന നവീകരണം. കൊല്ലത്തെ അഷ്ടമുടി ടൂറിസം സർക്യൂട്ട് സംസ്ഥാനത്ത് അനധികൃത ലോട്ടറി മാഫിയെ അടച്ചുപൂട്ടൽ. കോവളം കൊട്ടാരം ഏറ്റെടുക്കുന്നതിനുള്ള ഓർഡിനൻസ് ഉൾപ്പെടെ റിസോർട്ട് മാഫിയക്കെതിരെ വലിയ നീക്കം. മലപ്പുറത്തിന്റെ ഒരു പ്രധാന പദ്ധതിയായ ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പൂർത്തീകരിച്ചു. പന്തല്ലൂർ ക്ഷേത്രത്തിന്റെ 400 ഏക്കർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയതിന് മനോരമയ്ക്കെതിരെ VS കേസ് ഫയൽ ചെയ്യുകയും വിജയിക്കുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ ഏറെ നാളായി വിശ്രമ ജീവിതം നയിച്ചു വരികയാണ് അദ്ദേഹം.